സമ്പന്നരിൽ നിന്ന് കൊള്ളയടിച്ച് ലഭിക്കുന്ന പണം ദരിദ്രർക്ക് നൽകിയ റോബിൻഹുഡ് എന്ന കഥാപാത്രം എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. എന്നാൽ അത് യഥാർത്ഥത്തിൽ കൊള്ളയടിച്ചതാണോ അതോ നീതിക്കായി പോരാടിയതാണോ എന്നതിൽ വ്യക്തതയില്ല. അത്തരത്തിൽ റോബിൻഹുഡ് എന്ന കഥാപാത്രത്തെ പോലെ സ്വന്തം ജീവിതത്തിൽ നായകനായ ഒരു മോഷ്ടാവിന്റെ കഥയാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. മുഹമ്മദ് ഇർഫാൻ എന്ന ബീഹാറിലെ റോബിൻഹുഡ്. മോഷ്ടിച്ച പണത്തിന്റെ ഒരു പങ്ക് പാവപ്പെട്ടവർക്ക് നൽകുന്ന ഇർഫാന്റെ ജീവിതം സിനിമാ കഥ പോലെ തന്നെ നാടകീയതകൾ നിറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ ഇയാൾ മോഷണം നടത്തിയതോടെയാണ് സമൂഹ മാധ്യമം മുഴുവൻ ഇർഫാൻ എന്നയാളുടെ ജീവിതകഥ ചർച്ചാ വിഷയമാകുന്നത്. ജോഷിയുടെ വീട്ടിൽ നിന്ന് 1 കോടിയോളം രൂപയുടെ ആഭരണങ്ങളാണ് ഇയാൾ കവർന്നത്. ഇതിൽ ഏറെ രസകരമായത് ബീഹാറിൽ റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന ഇർഫാൻ പിടിയിലായത് 2009 പുറത്തിറങ്ങിയ റോബിൻഹുഡ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്നാണെന്നതാണ്. ശേഷം പോലീസ് പിടികൂടിയതോടെയാണ് ഇയാളുടെ ജീവിതകഥ ജനങ്ങൾ അറിയുന്നത്. കൊച്ചി പനമ്പിള്ളി നഗറിലെ 3 വീടുകളിൽ മോഷണം നടത്താൻ ശ്രമിച്ച ശേഷമാണ് ഇർഫാൻ ജോഷിയുടെ വീട്ടിൽ കയറുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ മോഷണം നടത്താനായി പ്രതി ഉപയോഗിച്ചത് സ്ക്രൂ ഡ്രൈവർ മാത്രമായിരുന്നു. കാരണം ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന വീട്ടിലെ ലോക്കർ പൂട്ടാതിരുന്നതും ഇർഫാന് മോഷണം കൂടുതൽ എളുപ്പമാക്കി. എന്നാൽ മോഷണം നടന്നത് വാർത്തയാവുകയും ക്യാമറയിൽ ചിത്രം പതിയുകയും ചെയ്തു. സംഭവം നടന്ന 15 മണിക്കൂറിനുള്ളിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാനായത് അഭിമാന നിമിഷമാണെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാം സുന്ദർ പറഞ്ഞത്. പ്രതിയായ ഇർഫാനെ പിടികൂടിയത് കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നാണ്. ഇർഫാന്റെ ഭാര്യ ഗുൽഷൻ പർവീൺ ബീഹാർ സീതാമർഹിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനാൽ ജില്ലാ പരിഷത്ത് അധ്യക്ഷ സീതാമർഹി എന്ന ബോർഡ് വെച്ച കാറിലാണ് ഇർഫാൻ കൊച്ചിയിലെത്തിയത്. വിവിധ സംസ്ഥാനങ്ങളിലായി 20ഓളം മോഷണ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. പക്ഷേ മോഷണ കേസിൽ അറസ്റ്റിലായാൽ ഉടൻ ജാമ്യത്തിൽ ഇറങ്ങുകയും വീണ്ടും മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി. ഇതിൽ വേറിട്ട പ്രവൃത്തി എന്തെന്നാൽ മോഷണ മുതലുകൾ വിറ്റുകിട്ടുന്ന പണത്തിന്റെ 20% നാട്ടിലെ പാവപ്പെട്ടവരുടെ ചികിത്സാ ചെലവ്, വിവാഹ ചെലവ്, റോഡ് നിർമ്മാണം എന്നിവയ്ക്കാണ് മുഹമ്മദ് ഇർഫാൻ വീതിച്ചു നൽകുന്നത്. നാട്ടിലെ 7 ഗ്രാമങ്ങൾക്ക് കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിച്ചു നൽകിയ വ്യക്തിയാണ് ഈ ബീഹാർ റോബിൻഹുഡ്. ബാക്കിയുള്ള പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കുകയും ചെയ്യും. മോഷണ മുതലിൽ നിന്ന് 1.20 കോടി രൂപ ചെലവിട്ടാണ് ബീഹാറിലെ സീതാമർഹി ജില്ലയിൽപ്പെടുന്ന ജോഗിയ പഞ്ചായത്തിലെ 7 ഗ്രാമങ്ങളിൽ ഇർഫാൻ കോൺക്രീറ്റ് റോഡുകൾ പണിതു നൽകിയത്. സീതാമർഹിയിലെ പുപ്രി ഗ്രാമം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. ജില്ലാ പരിഷത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇർഫാന്റെ ഭാര്യ ഗുൽഷൻ പർവീൺ ജയിച്ചു കയറിയതും ഭർത്താവിന്റെ ഈ ജനപ്രീതിയിൽ തന്നെ. കേരളത്തിൽ ഇർഫാൻ മോഷണ കേസിൽ പ്രതിയാണെങ്കിലും ബീഹാറിൽ നായകനായ റോബിൻഹുഡ് തന്നെയാണ്. എന്തായാലും പോലീസ് പിടികൂടിയ ഇയാളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നാണ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്.